ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ തക്കാളി ഉള്ളി ഞാൻ കട്ട് ചെയ്തൊരു ഭാഗത്ത് വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് പേസ്റ്റാക്കി വെച്ചു. മല്ലിയില കട്ട് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്ക് ഒരു പാൻ എടുത്തിട്ട് ഗ്യാസിൽ വെച്ച് എണ്ണ ഒഴിച്ച് ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി നല്ലോണം വഴറ്റിയെടുക്കാൻ വേണ്ടി ഉള്ളി വഴറ്റി കുറച്ച് വഴറ്റുമ്പോഴത്തേക്ക് തന്നെ ഞാൻ തക്കാളിയും കൂടെ അതിൽ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കേട്ടോ. ഉപ്പ് കൂടെ ചേർത്താൽ പെട്ടെന്ന് അത് നന്നായിട്ട് വഴറ്റാൻ പറ്റും, നന്നായിട്ട് വാടും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഈ പേസ്റ്റാക്കി വെച്ച ഈ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടോ. നമ്മളിത് എത്രത്തോളം വഴറ്റുന്നു അത്രത്തോളം ടേസ്റ്റ് കൂട്ടും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ബിരിയാണി മസാല വലിയ ജീരകം ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കേട്ടോ. നമ്മളെപ്പോഴും വലിയ ജീരകം ഒരുപാട് ചേർക്കണം കേട്ടോ. അപ്പം പെരുംജീരകം എന്നും പറയും വലിയ ജീരകം എന്നും പറയും. അത് നന്നായി ചേർക്കണം, എന്നാൽ നല്ല ടേസ്റ്റ് കൂടും. അതിനുശേഷം മല്ലിയില കറിവേപ്പില വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പില കേട്ടോ. അപ്പോൾ ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എത്രത്തോളം വഴറ്റുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈം ഇത് ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ. ഉള്ളിയും തക്കാളി ഞാൻ എന്താ പറയുക നല്ല ജെല്ല് പോലെ ആക്കിയെടുക്കും. അപ്പോൾ അതാ നന്നായി ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ പുരട്ടി വെച്ചെന്ന് പറഞ്ഞില്ലേ, ഈ ചിക്കന് പുരട്ടാൻ ഉപയോഗിച്ചത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുരുമുളക് ഈ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഇതിൻ്റെയൊക്കെ പേസ്റ്റും കൂടിയിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ റൈസ് ആദ്യമേ വെച്ച് കേട്ടോ. ഞാൻ റൈസ് വെക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ബിരിയാണിയിലെ മേലെ വിതറാൻ വേണ്ടിയിട്ടുള്ള വലിയുള്ളി കിസ്മിസ് അണ്ടിപ്പരിപ്പൊക്കെ ഇല്ലേ മുന്തിരി അതൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ബിരിയാണി ചേർത്ത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് പുരട്ടി വെച്ച ചിക്കൻ നന്നായിട്ട് ഓക്കെ ആയതിനു ശേഷം എണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് പൊരിച്ചെടുക്കും കേട്ടോ ബിരിയാണി ചിക്കൻ. അപ്പോൾ അതെനിക്ക് ടേസ്റ്റിനായി തോന്നും. അപ്പോൾ നന്നായിട്ട് അത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മസാലയില്ലേ വഴറ്റി വെച്ച് അതിലേക്ക് ഈ പൊരിച്ച് വെച്ച ഈ ചിക്കനൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ടൈം ഒന്ന് വേവിപ്പിക്കാൻ വെക്കും കേട്ടോ. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ വെച്ച് നന്നായിട്ട് വേവിപ്പിച്ച് അതിനുശേഷം ഞാൻ ഒരു അര ഗ്ലാസ് തൈരും കൂടി ഇതിൽ ചേർക്കുക കേട്ടോ. ഈ മസാലയിൽ തൈര് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. എന്താ വെച്ചാൽ ചിക്കൻ നന്നായിട്ട് എന്താ പറയുക നല്ല സ്മൂത്താവും. ചിക്കനൊക്കെ ഈ തൈര് ചേർത്താൽ നല്ല പുളിപ്പും കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. ചില ആൾക്കാർ തൈര് ചേർക്കില്ല എന്നുണ്ട്, പക്ഷെ ഞാൻ തൈര് ചേർക്കും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് വേകാൻ വേണ്ടി ഞാൻ ഗ്യാസിൽ വെച്ച് കേട്ടോ. പിന്നെ ഞാൻ റൈസ് വെക്കുന്നത് ഞാൻ കാണിക്കേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ. അതിപ്പോൾ എല്ലാവരും വെക്കുമ്പോൾ തന്നെ അരിക്ക് ആവശ്യത്തിനായ വെള്ളവും നമ്മൾ എത്ര അരി എടുക്കുന്ന അതിനനുസരിച്ചുള്ള വെള്ളവും പിന്നെ ഗ്രാമ്പൂ ഏലയ്ക്ക കറുവപ്പട്ട ഉപ്പ് പിന്നെ ഡാൽഡ നെയ്യ് ഇതൊക്കെ ചേർത്താട്ടോ വെക്കൽ. പിന്നെ ആവശ്യത്തിന് ഇതില്ലേ ചെറുനാരങ്ങ നീരും പിഴിയട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ റൈസ് ഉണ്ടാക്കില്ല കേട്ടോ. അതെല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പോൾ ചോറൊക്കെ സെറ്റായി എല്ലാം എന്താ പറയുക എല്ലാം സെർവ് ചെയ്ത് മാറ്റി വെച്ച് കേട്ടോ. ഏതുണ്ട് സൂപ്പറാ ടേസ്റ്റ് ഉണ്ടോ? ഉപ്പൊക്കെ കറക്റ്റാ? ഉപ്പൊക്കെ കറക്റ്റാ, അടിപൊളിയായിരിക്കും.